ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞേനെ. അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർ ആ തെറ്റ് ചെയ്യില്ലായിരുന്നു. അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവൾ പാട്ട് പാടിയേനെ. ഈ 3 സെന്റൻസും ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അല്ലെ. ആയിരുന്നെങ്കിൽ അത് വെച്ചിട്ടാണ് ഈ ഒരു 3 സെന്റൻസും പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ആയിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ, അത് നമുക്ക് നോക്കിയാലോ ഇന്നത്തെ ക്ലാസ്സിൽ. ഈ ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ വേർ ആണ് യൂസ് ചെയ്യുന്നത്, ഇഫ് വേർ. സോ ഈ 3 സെന്റൻസുകൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ആക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കിയാലോ. ഫസ്റ്റ് വൺ നോക്കാം. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞേനെ. അതെങ്ങനെ പറയാം? ഇഫ് ഐ വേർ യു. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ യു ഐ വുഡ് അപ്പോളജൈസ്. മാപ്പ് പറഞ്ഞേനെ എന്നുള്ളതിന് അപ്പോളജൈസ് എന്നാണ് പറയുക. ഇഫ് ഐ വേർ യു ഐ വുഡ് അപ്പോളജൈസ്. ഞാൻ മാപ്പ് പറഞ്ഞേനെ. ഇനി സെക്കൻഡ്, അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതെങ്ങനെയാണ് പറയാ? ഇഫ് they were careful. If they were careful they would make no mistakes. അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, if they were careful, അവർ തെറ്റ് ചെയ്യില്ലായിരുന്നു, they would make no mistakes. ഇനി അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെ പറയാം? ഇഫ് she were confident. If she were confident അവൾ പാട്ട് പാടിയേനെ. she would sing the song. She would sing the song. അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, if she were confident അവൾ പാട്ട് പാടിയേനെ. she would sing the song. സോ ആയിരുന്നെങ്കിൽ എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് പറയാന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.